ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ആൻസർ കീ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ചെപ്പുകൾ ചാപ്റ്ററിനാണ്. സോ ഇന്ന് നമുക്ക് നമ്മുടെ മുർഷിദ് സാറും അതേപോലെ ഫാസിൽ സാറും നമ്മളെ കൂടെ ഇല്ല കേട്ടോ. അവർ ചെറിയൊരു എന്താ പറയുക ബിസി ആയിട്ട് പോയതാണ്. അപ്പൊ മിസ്സിന് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പൊ മിസ് ആ ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെഡി? അപ്പൊ ഇതിൽ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? നമ്മുടെ പാരമീഷ്യമാണ്. രണ്ടാമത്തെ ആൾ ഇതാ വാലുള്ള ആളായതുകൊണ്ട് അത് യുഗ്ലീനയാണ് അല്ലെ. ഇനി ഇതാ ഇവരുടെ നമുക്ക് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മള് ഹേ സോക്ഡ് വാട്ടർ അഥവാ നമ്മളെ വൈക്കോല് ചീഞ്ഞ വെള്ളത്തിൽ നമ്മൾ നോക്കിയ ആ ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് മിസ് വിചാരിക്കാണ് കേട്ടോ. ഇനി സം സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ സെൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് പ്ലാന്റ് സെൽ സസ്യകോശവും ആനിമൽസ് അഥവാ ജന്തുകോശത്തിന്റെയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഹെഡിങ് അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്ലാന്റ് സെൽ താഴെ ആരൊക്കെ വരണം? ക്ലോറോഫിൽ ഇസ് പ്രസന്റ്, നമ്മുടെ ഹരിതകം ഉണ്ട്. അതേപോലെ തന്നെ ബിഗ് വാക്യൂൾ, വലിയ ഫേനം കാണുന്നുണ്ട് എന്ന് എഴുതണം. ഇനി ആനിമൽ സെല്ലിന് താഴെ സ്മോൾ വാക്യൂൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ആ ഒരു പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. ഒരാളെയും കൂടെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണം, കാരണം ആനിമൽ സെല്ലിന് ആരില്ല, സെൽ വോൾ ഇല്ല, കോശഭിത്തി ഇല്ല. അപ്പൊ ആ പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നെയിം ദ പാർട്സ് മാർക്ക്ഡ് 1, 2, 3, 4. നമ്മുടെ ഫ്ലവറിന്റെ അല്ലെ, ഫ്ലവർ ടു ഫ്ലവർ ചാപ്റ്ററിൽ നിന്നാണ്. നമുക്ക് ഫ്ലവറിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ പാർട്സ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഒക്കർ? ഇത്രയും ആൾക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. രണ്ട് സെപ്പറേറ്റ് ഫ്ലവേഴ്സിലായിട്ടാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് കാണാം. അങ്ങനെയുള്ള ഫ്ലവറിന് പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാ നോക്കിയാൽ നെയിം ദ പാർട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒന്നാമൻ എന്ന് പറയുന്നത് സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലമാണ്. രണ്ടാമൻ സ്റ്റൈൽ അഥവാ ജനിതണ്ടാണ്. മൂന്നാമൻ ആന്തർ അഥവാ പരാഗിയാണ്. ആൻഡ് നാലാമൻ ആക്ച്വലി ഈ ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഉള്ളോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണാനുള്ളത്. അങ്ങനെ ഉള്ളോട്ടേക്ക് പോകുന്നതായിട്ടാണെങ്കിൽ അത് ഒവ്യൂളാണ്, പുറത്തായിരുന്നെങ്കിൽ അത് ഓവറി ആയനെ. ഓക്കെ, റെഡി അല്ലേ? ഇനി വാട്ട് ചേഞ്ചസ് ഒക്കർ എന്ന് പറയുമ്പോൾ പെഡിസൽ ആവുമ്പോൾ എന്താകും? അത് കട്ടി കൂടിയതാവും അല്ലെ, ഹാർഡ് ആകും നമ്മൾ ഫ്രൂട്ട് ആവുന്ന സമയത്ത്. ഇനി നമ്മളെ കൊറോള എന്ന് പറയുന്നത് അഥവാ നമ്മളെ ആ ഒരു ഇലകൾ അല്ലെ, അതെന്തായി പോകും? കൊഴിഞ്ഞു പോകും, ഫോൾ ഡൗൺ. ഇനി ഒവ്യൂൾ എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും? വിത്തായിട്ട് മാറും, സീഡായിട്ട് മാറും. ഓവറി ആവുന്ന സമയത്ത് അത് എന്താവും? അണ്ടാശയം, ഫ്രൂട്ട് ആയിട്ട് മാറും. ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, രണ്ടും രണ്ടിലായിട്ട് കാണുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുക. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ പംകിൻ, ഓക്കെ, പംകിനെ പറയാം. ഇനി ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗിവൺ ബിലോ. നമുക്ക് നമ്മളുടെ രണ്ട് ഫ്രൂട്ട്, ചക്കയും അതേപോലെ സീതാഫൽ, നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളും തന്നിട്ടുണ്ട്. സോ വിച്ച് ഫ്രൂട്ട് ഇസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ എന്ന് വെച്ചാൽ ആരാ? നമ്മളെ സ്വന്തം സീതാഫലാണ് കേട്ടോ. കസ്റ്റാർഡ് ആപ്പിൾ ആണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ശരിയാക്കി എന്ന് മിസ് വിചാരിക്കുകയാണ്. ഓക്കെ, അടുത്തതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ്, നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഏതാണ്? 2ഉം 4ഉം ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ നാലാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ക്ലാസിഫൈ ദ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഗ്രൂപ്പുകളാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിൾ ഫ്രൂട്ടും, ഫാൾസ് ഫ്രൂട്ടും, അഗ്രിഗേറ്റ് ഫ്രൂട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്നതാണ് ഗ്രേപ്സും മാംഗോയും. നമ്മളെ ഫാൾസ് ഫ്രൂട്ടിൽ വരുന്നതാണ് അല്ലെ, കപടഫലത്തിൽ വരുന്നതാണ് പേറും ആപ്പിളും. ആൻഡ് നമ്മളുടെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിൽ വരുന്നതാണ് എന്ത്? പുഞ്ചഫലത്തിൽ വരുന്നതാണ് നമ്മളെ പോളിയാൽത്തിയും അതേപോലെ കസ്റ്റാർഡ് ആപ്പിളും. കിട്ടിയോ? ഇനി അടുത്ത നോക്കിയോ, നമ്മളുടെ എസെൻസ് ഓഫ് ചേഞ്ച് ചാപ്റ്ററിൽ നിന്നാണ്. റൈറ്റ് ദ എനർജി ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദിസ് ആക്ടിവിറ്റി. നമ്മളിവിടെ എന്താ? വൈദ്യുതി ഊർജ്ജത്തിനെ അല്ലെ, നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എന്താക്കി മാറ്റാണ്? കെമിക്കൽ എനർജി, രാസോർജ്ജമാക്കിയിട്ട് മാറ്റാണ്. അടുത്ത നോക്കി, ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച് ടു ഹീറ്റ് എനർജി ഇൻ ആൻ ഇലക്ട്രിക് കുക്കർ. റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ വിച്ച് സിമിലർ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ്. ഓക്കെ, ഇതേപോലെ നടക്കുന്ന എനർജി ചേഞ്ച് നടക്കുന്ന വേറെ ഏതെങ്കിലും, നമുക്ക് എന്ത് പറയാം? അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി പറയാം. അതേപോലെ ഹീറ്റർ, നമ്മൾ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റർ, ഇതൊക്കെ നമുക്ക് പറയാം. റൈറ്റ് എനർജി ഫോംസ് ഇൻ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. അപ്പൊ ഫയർവുഡ് ബേണിംഗ് ഇൻ ആൻ ഓവൻ, ഇവിടെ നമ്മൾ ഹീറ്റ് എനർജീനെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ആണ് ചെയ്യുന്നത് അല്ലെ, യൂസ് ആണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ലൈറ്റ് എനർജീനെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രകാശോർജം വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഉപയോഗിക്കാത്തത്. ഇനി വർക്കിംഗ് ഓഫ് എ ജനറേറ്ററിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എന്താ മക്കളെ നമ്മൾ ഉപയോഗിക്കുന്നത് വർക്കിംഗ് ഓഫ് എ ജനറേറ്ററിൽ?
എന്താ ഉപയോഗിക്കുന്നത്? നമ്മളിവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. വൈദ്യുതോർജ്ജം നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ യൂസ് ചെയ്യും. നോട്ട് യൂസ്ഡ് ആണ് എന്ത്, നമ്മളുടെ ഹീറ്റ് എനർജി അഥവാ താപോർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഒഴിവാക്കി. ഇനി അടുത്ത നോക്കിയോ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് അണിയൻ സെൽ. നമ്മുടെ ഉള്ളിയുടെ തോലിന്റെ കോശമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ആരൊക്കെയാ വരിക? സെൽ വോൾ അഥവാ കോശഭിത്തിയാണ് ഏറ്റവും പുറമേ ഉള്ളവൻ. അവനെ കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. അതിനുള്ളിൽ കാണുന്ന ഈ ഉണ്ട ആരാ? നമ്മളെ ന്യൂക്ലിയസ് അഥവാ മർമ്മം. ആൻഡ് ഇതാരാ? നമ്മളെ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. ഇനി നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ഉം 3ഉം നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 2 എന്ന് പറഞ്ഞ ഡിഫറൻസ് ഇൻ ദ സൈസ്, നമ്മൾ ഓർഗാനിസങ്ങളിൽ ഉണ്ടാകുന്ന വലുപ്പ വ്യത്യാസം കോശങ്ങളുടെ വലുപ്പ വ്യത്യാസം കൊണ്ടാണെന്നാ പറഞ്ഞത്. അല്ലല്ലോ, നമുക്കറിയാം കോശത്തിന്റെ എണ്ണം, നമ്പർ ഓഫ് സെൽസ് കാരണമാണ്. ഇനി പാർട്സ് ഓഫ് എ പ്ലാന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് സെൽ. ഒരു സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയാലും ഒരേ കോശങ്ങളാണെന്ന് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണ്. ഡിഫറെന്റ് ആണ് അല്ലെ, പല തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് രണ്ടും എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. 2ഉം 4ഉം മാറ്റി എഴുതണം. ഇനി നമ്മൾ ഡി നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് എ സെൻട്രൽ പാർട്ട് ദാറ്റ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പറയണം? നമ്മുടെ ന്യൂക്ലിയസ് അഥവാ മർമ്മം പറയണം. നെക്സ്റ്റ് നോക്കിയോ, സെലക്ട് ദ നെസസറി മെറ്റീരിയൽസ്. നമുക്കിതാ ഇവിടെ ഐസ്, വാട്ടർ, ഐസ്ക്രീം ബോൾ, അതേപോലെ സ്ട്രിങ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് നീഡും പ്രൊസീജിയറും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 3-4 മെത്തേഡ്സ് ഇങ്ങനെ പല പ്രൊസീജിയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന അതേ ചോദ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് എന്ത് ചെയ്തേണ്ടത്, ഇവിടെ നമ്മൾ ഐസ്ക്രീം ബോൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയർ. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ആരോ ഒന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടാവുന്നത്. അതാരാ? നമ്മളുടെ ഐസ് ആണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? വാട്ടർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, താപത്തിനെ ആഗിരണം ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീം അഥവാ നീരാവി ഉണ്ടാവും. നീരാവി റിലീസ് ചെയ്യുമ്പോൾ, ഹീറ്റ് പുറത്തേക്ക് വിടുമ്പോൾ വാട്ടർ ഉണ്ടാകുന്നു. വാട്ടർ വീണ്ടും ഹീറ്റിനെ പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ഐസ് കിട്ടും. ഓക്കെ, ശരിയല്ലേ? അടുത്ത നോക്കിയോ, പോളിനേഷൻ വീറ്റ് പ്ലാന്റ് ടേക്സ് പ്ലേസ് ത്രൂ വിൻഡ്. റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ഓഫ് വീറ്റ് ഫ്ലവർ ഇൻ വിച്ച് പോളിനേഷൻ ടേക്സ് പ്ലേസ് ത്രൂ വിൻഡ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താണ്, ഇങ്ങനെ വിൻഡിന്റെ കൂടെ, വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് വിൻഡിന്റെ കൂടെ ഇങ്ങനെ പോയിക്കോളും അല്ലെ. നല്ല സുഖസുന്ദരമായിട്ട് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മളുടെ ഈ പറയുന്ന വീറ്റിന്റെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിസൺ ടു വാട്ട് വെള്ളില പ്ലാന്റ് വാണ്ട്സ് ടു ടെൽ യു. അപ്പൊ വെള്ളില ചെടി നമ്മളോട് എന്തോ പറയുന്നുണ്ട് അല്ലെ. ദ വൈറ്റ് കളർഡ് പാർട്ട് സീൻ ഇൻ മീ ഇസ് നോട്ട് മൈ ഫ്ലവർ. അപ്പൊ ഈ കാണുന്ന വൈറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ പൂവല്ല, പകരം എന്താണ്, ഇവരുടെ ലീഫ് തന്നെയാണ് അല്ലെ, ഇലകൾ തന്നെയാണ്. അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ഇവരെ പോളിനേഷന് വേണ്ടിയിട്ട് പല ഇൻസെക്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പരാഗണം ചെയ്യുന്ന ആൾക്കാർ, സഹായിക്കുന്ന ആൾക്കാർ, പോളിനേഷന് വേണ്ടിയിട്ട് പോളിനേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനെയുള്ള ഇലകൾ ഉള്ളത്. അവർക്ക് ഫ്ലവർ വേറെ ഉണ്ട്, പൂവ് വേറെ ഉണ്ട്. ഓക്കെ, ഇനി നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് മോത്ത് ഹെൽപ്സ് ഇൻ ഇറ്റ്സ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം? നമ്മളെ ജാസ്മിൻ, നമ്മുടെ മുല്ലപ്പൂവിനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഇൻ ആർ ഡെയിലി ലൈഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും അല്ലെ. നമ്മളെ കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ ഇതിൽ റസ്റ്റിംഗ് ഓഫ് അയോൺ, അതേമാതിരി മാംഗോ റൈപ്പൻസ് ആൻഡ് മെൽറ്റിംഗ് ഓഫ് ഷുഗർ, ഇതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ബാക്കി 3 പേരും എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് ആവുന്ന സമയത്ത് അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ്, ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. നേരെ മറിച്ച് ഫിസിക്കൽ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് അതിന്റെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മളുടെ ഇന്നത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് മിസ് വിശ്വസിക്കുകയാണ്. സോ ഈസി ആയിരുന്നു എന്നുണ്ടെങ്കിൽ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് മടിക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മിസ്സിന്റെ കുട്ടികളൊന്ന് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മളുടെ എജുപോർട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നതിലാണ് എന്ത് നമ്മളുടെ ഈ ഒരു ഫാമിലിയുടെ, അതായത് നമ്മളെ ക്ലാസ് 6 ഫാമിലിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എജുപോർട്ട് ഇതൊക്കെ നേരത്തെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തന്നുകൊണ്ടാണ് എഴുതാൻ പറ്റിയത് എന്ന് നിങ്ങൾ പറയാം. ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ മക്കൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പം ഇനി നമുക്ക് ഇനിയും ക്ലാസ്സസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ ചാനൽ ഫുൾ ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. അപ്പം ഇനി വരുന്ന എക്സാംസും നമുക്ക് എന്ത് ചെയ്യാം? അടിച്ചു പൊളിച്ച് എഴുതാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ആണ്.